എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് 4 ഇയർ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ആണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ വർഷം എക്സിറ്റ് പ്രോഗ്രാം ഉണ്ട്. അതായത് മൂന്നാം വർഷം എക്സിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് ആ ഒരു കോഴ്സ് തുടരാതെ 3 വർഷം ഡിഗ്രി ലഭിക്കുന്നതാണ് 3 ഇയർ എക്സിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 4 ഇയർ ആണ്, അതായത് 4 വർഷ കോഴ്സാണ് ഈ ഒരു ഡിഗ്രി കോഴ്സ്, അതായത് FIUGP, അതായത് 4 ഇയർ കോഴ്സാണ് FIUGP എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കും മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ റിസർവേഷൻസ് ആണ് ഉള്ളത്, അതനുസരിച്ചുള്ള എല്ലാവിധ റിസർവേഷൻ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. കാരണം റിസർവേഷൻ ഡോക്യുമെന്റ് പിന്നീട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 20 ഓപ്ഷൻസ് ആണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളും കോളേജുകളും മാത്രമേ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. താല്പര്യമില്ലാത്ത ഓപ്ഷൻസ് നൽകാനായിട്ട് പാടുള്ളതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ്, ട്രയൽ അലോട്ട്മെന്റ് വരും. ട്രയൽ അലോട്ട്മെന്റ് ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ശേഷം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്ന സമയം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു നിശ്ചിത ഫീസ്, അതായത് നിശ്ചിത ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ടോക്കൺ ഫീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു 700 രൂപ അങ്ങനെ ആണ് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക്. ആ രീതിയിലാണ് ഫീസ്. അതായത് ഒരു അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അടച്ച ശേഷം നിങ്ങൾക്ക് പിന്നീട് ഏകദേശം സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ശേഷം നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് തന്നെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ തന്നെ ഏകദേശം 600 രൂപയോളമാണ് ഫീസ് വരാനുള്ള സാധ്യത. എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് അത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അഡ്മിഷൻ എന്നുള്ള ഈ ഒരു പേജിൽ, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, അതായത് അടുത്ത പേജ് ലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ലിങ്കാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് FIUGP FIIMP അഡ്മിഷൻ 2025 ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾ മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാം അഡ്മിഷൻ ഫോർ വേരിയസ് 4 ഇയർ UG 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം 2025 ഇൻ കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നിങ്ങൾക്ക് ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ കാണാം രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, അതുപോലെ തന്നെ ഫ്ലാഷ് ന്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2025 വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 4 വർഷ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് 8 സെമസ്റ്റർ ആയിരിക്കും. അതായത് 6 മാസം കൂടുമ്പോഴാണ് ഓരോ സെമസ്റ്റർ വരിക. അങ്ങനെ 8 സെമസ്റ്ററിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക. ആവശ്യമുള്ളവർക്ക് 6ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക്, അതായത് 3 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 3 വർഷം ബിരുദ കോഴ്സായിട്ട് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷം ബിരുദം 3 ഇയർ UG ഡിഗ്രി വേണമെങ്കിൽ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 വർഷം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. 4 വർഷമാകുമ്പോൾ അതിൽ ഹോണേഴ്സ് വിത്ത്, അതായത് ഹോണേഴ്സ് ഡിഗ്രിയാണ് ഉണ്ടാവുക. അതുപോലെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ള ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഹോണേഴ്സോ അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആ ഒരു രീതിയിൽ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 4 വർഷത്തെ ആ ഒരു ഡിഗ്രി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2ാം സെമസ്റ്ററിൻ്റെ അവസാനത്തിൽ, 2ാം സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യ വർഷം, 1 വർഷം എന്ന് പറയുമ്പോൾ 2 സെമസ്റ്ററാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ വർഷത്തിന് ശേഷം പിന്നീട് 3ാം സെമസ്റ്ററിലേക്ക് നിങ്ങൾക്ക് മാറുന്ന സമയത്ത് നിങ്ങളുടെ മേജർ പ്രോഗ്രാം മാറ്റുന്നതിനായിട്ട് അവസരം കിട്ടും. 1, 2 സെമസ്റ്ററുകൾ പഠിച്ച ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സോ അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ സീറ്റിൻ്റെ ലഭ്യതയും അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ മേജർ പ്രോഗ്രാം നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ജനറൽ റിസർവേഷൻ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് സ്പോർട്സ് സ്കൗട്ട് ഉൾപ്പെടെയുള്ള ഏകജാല സംവിധാനം വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡുള്ളവരും വിദേശ വിദ്യാർത്ഥികളും ഈ ഒരു ഏകജാല സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. അതുപോലെ ഓൺലൈൻ രജിസ്ട്രേഷൻ 30 മെയ് 2025 വൈകുന്നേരം 5 മണി മുതൽ ആരംഭിക്കുന്നതും 17 ജൂൺ 2025 വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതുമാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരെ അപേക്ഷയിലെ തെറ്റുകൾ ഫീസ് ഇല്ലാതെ തന്നെ തിരുത്താവുന്നതാണ്. അതിനുശേഷമുള്ള തിരുത്തലുകൾക്ക് ഫീസ് ഈടാക്കുന്നതായിരിക്കും.
രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും നിങ്ങൾക്ക് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ലഭ്യമാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ട എന്നീ കോട്ടകൾ പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും ആവശ്യമായിട്ടുള്ള രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് എവിടെയൊക്കെ ചോദിച്ചാൽ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നവരാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് 20 ഓപ്ഷൻ വരെ സെലക്ട് ചെയ്യാവുന്നതാണ്. കോളേജുകൾ സംബന്ധിക്കുന്ന വിവരങ്ങൾ, അതായത് ദൂരം, ഹോസ്റ്റൽ സൗകര്യം മുതലായവ അതത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് പരിശോധിച്ച ശേഷം മാത്രം കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഓപ്ഷനുകൾ കൊടുക്കുന്ന കോളേജുകളിലേക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും പ്രവേശനം നേടണം. അല്ലാത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളും പ്രോഗ്രാമുകളും മാത്രം മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷയുടെ പ്രിന്റൗട്ട് കോളേജിലേക്കോ സർവ്വശാലയിലേക്കോ അയക്കേണ്ടതില്ല. അപേക്ഷയുടെ പ്രിന്റൗട്ടും ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റും പ്രവേശന സമയത്ത് അതത് കോളേജുകളിൽ വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. SC/ST PWD വിഭാഗത്തിന് 300 രൂപയാണ് ഫീസ് വരിക. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജൂൺ 17-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ്, അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തിരക്കൂട്ടി അപേക്ഷിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ കോളേജസും പ്രോഗ്രാംസും നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരം, അതുപോലെ കോളേജിൽ ഹോസ്റ്റൽ സൗകര്യമുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഓപ്ഷൻസ് കൊടുക്കാവൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു മെയ് അല്ല ഏപ്രിൽ അല്ല, ഈ ഒരു ജൂൺ 17 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സൗകര്യം ഉണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് വേണമെങ്കിൽ വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലേക്ക് പോകും. ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വിഭാഗങ്ങളുടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 വർഷ ബിരുദ കോഴ്സുകളിലേക്കുള്ള, അതായത് FA UGP എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തതാണ്. വ്യൂ PDF എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് കാണാൻ പറ്റുന്നതാണ്. പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബ്രൗസറിലുള്ള, അതായത് ഇപ്പോൾ ക്രോം ബ്രൗസറാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുകളിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഡൗൺലോഡ് ചെയ്യുന്നില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട. അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഫീസിൻ്റെ, അതായത് ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ സ്വന്തമായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്ക് ഇത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് 8 സ്റ്റെപ്സ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൽകുന്ന വിവരങ്ങളൊന്നും തെറ്റാതെ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തെറ്റാതെ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തെറ്റാതിരിക്കുക. അതുപോലെ നൽകുന്ന ഓപ്ഷൻസും തെറ്റാതെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.